ഹലോ ഗൈസ്, എന്തല്ല? അപ്പം എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഓക്കെ, റിഞ്ചാസ് വ്ളോഗ്സ് അല്ലേ? അപ്പം നമ്മളിന്ന് അങ്ങോട്ടാ? ഞങ്ങൾ സാധനം വാങ്ങാൻ പോവാ ഗൈസ്. എന്ത് സാധനം വാങ്ങാൻ പോകുന്നത്? സാധനം എന്തൊക്കെയോ വാങ്ങാണ്ട്. എന്തൊക്കെ അല്ലാതെ? നമുക്ക് പത്തിരിപ്പൊടി ഇല്ല, പുട്ടുംപൊടി ഇല്ല, ബീഫില്ല, പച്ചക്കറി ഇല്ല, ഒക്കെ തീർന്ന് എല്ലാം വാങ്ങണം. അപ്പം എല്ലാ ഗ്രോസറി ഐറ്റംസും വാങ്ങാണ്ട്. പിന്നെന്തോ വാങ്ങാണ്ടോ? പിന്നെ വേറെ അല്ലറ ചില്ലറ സാധനങ്ങൾ വേറെ. പിന്നെ കുറച്ച് അല്ലാത്ത എനിക്ക് ഒരു ഡുവറ്റ് വാങ്ങണം. അല്ല, ഡുവറ്റ് കവറ്. ഡുവറ്റ് കവർ വാങ്ങണം. അപ്പം പോയാലോ? ഞങ്ങൾ പോവാ. പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ അപ്പാർട്ട്മെന്റ്, നമ്മളെ ബാക്കിൽ കാണുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ നമ്മളെ ഫ്ലാറ്റ്. ഇപ്പം നമ്മൾ ഇങ്ങോട്ടേക്കാണ് മാറിയത്. കുറേ ആൾ ചോദിച്ചിരുന്നു, നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ച് നിങ്ങൾ പുതിയ വീടിൻ്റെ ഒക്കെ കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ്. ബട്ട് നമ്മളൊരു ഹോം ടൂറൊക്കെ ചെയ്യില്ലേ ബാ? യെസ്, നമ്മളൊരു പുതിയൊരു ഹോം ടൂറൊക്കെ ചെയ്യും. നമ്മളെ വീടൊക്കെ കാണിച്ചു തരും അല്ലേ? എല്ലാം കാണിച്ചു. അപ്പം നമ്മൾ പോയി വരാം, വാ. അപ്പം ഞങ്ങൾ പോവുക ഗൈസ്. അപ്പം അല്ല, മീൻസ് ഞാനൊരു തുടക്കം ഇട്ടതാ. നല്ല തുടക്കം. ഞാൻ ബേബ് പിടിച്ചോ? ഞാൻ പിടിക്കൂല. ഞാൻ പിടിക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വീഡിയോക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു. എല്ലാവരും കുറേ നല്ല കമൻസ് ഒക്കെ വന്ന് ഇനിയും വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞ്. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ആണ് ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ നോക്കൂല ഞാൻ. പിന്നെ എനിക്കൊന്നും പറയാൻ വരുന്നില്ല. അന്ന് എനിക്കൊന്നും പറയാൻ കിട്ടാത്ത അറിയൂല. എനിക്ക് എന്തോ മാതിരി. എന്ത് മതി ഞങ്ങൾക്ക്? നോക്കണ്ട. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ടൗണിൽ എത്തി. ടൗണിലെത്താനൊന്നുമില്ല, നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ടൗണ്. അല്ല, നമ്മൾ ടൗണിൽ തന്നെയാണ് അല്ലേ? നമ്മൾ ടൗണിൽ തന്നെയാണ് നമ്മളെ വീട്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ ഷോപ്പിലൊക്കെ എത്തിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാമല്ലോ ഞാൻ. നമ്മളെ ടൗണിൻ്റെ മെയിൻ ഏരിയ, ഹൃദയഭാഗം എന്നൊക്കെ പറയൂലേ, അതേപോലെ ഒരു സംഭവം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ട്. ഈ സ്ഥലത്തിന് ഹൈ സ്ട്രീറ്റ് എന്നാ പറയാ. എന്റെ പൊന്നെ, നല്ല വിശേഷം തന്നെ. കഴിഞ്ഞ വീഡിയോയിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കോട്ടെ. ഈ വീഡിയോയിൽ നമ്മളെ പരിചയപ്പെടുത്തിയില്ല, നമ്മളെ സ്ഥലം എവിടെയാണെന്ന്. അത് പറഞ്ഞില്ല കേട്ടോ ഗൈസ്. നമ്മൾ കോഴിക്കോടാ, ഞാന് ബാലുശ്ശേരി അല്ലേ? ബാലുശ്ശേരി, കിനാലൂര്. നമ്മൾ രണ്ടാളും ഒരു സ്ഥലത്ത് തന്നെ. ബാലുശ്ശേരി എന്നാണ് ഞങ്ങളെ മെയിൻ സ്ഥലം. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നമ്മളെ വീട്ടിൽ നിന്ന് ഓളെ വീട്ടിലേക്ക്, ഓളെ വീട്ടിൽ നിന്ന് ഇഞ്ച വീട്ടിലേക്ക് അല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ പേരെന്താ? എൻ്റെ പേരെന്താ? അപ്പം ഓളെ പേര് റിൻസാണ്, എൻ്റെ പേര് ജാസിർ എന്നാണ്. അപ്പം നമ്മൾ UK ഉള്ളത്. നമ്മൾ ഓള് പഠിക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അവിടെ വർക്ക് ചെയ്യാണ് നമ്മള്. ഏതെങ്കിലും ഷോപ്പ് കയറിയാൽ മേക്കപ്പ് സെക്ഷനിലേക്ക് അതിനോട്. ഇപ്പൊ എന്താന്ന് അറിയില്ല ഗൈസ്, ഞാൻ ഇപ്പോൾ ഫുൾ വീട്ടിലേക്ക് വേണ്ടി അങ്ങനത്തെ ഒരു ഇതില്ല. അതന്നെ, വീട്ടിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണോ ആ സാധനങ്ങളൊക്കെ ഉള്ള സെക്ഷനിലേക്ക്. അതായത് എന്ത് സെക്ഷനാ പറയാ? ഹൗസ് ഹോൾഡ് സെക്ഷനോ? അതന്നെ ഹൗസ് ഹോൾഡ്, ഇങ്ങനെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഉള്ള സെക്ഷനിലേക്ക് അവൾ ആദ്യം പോകും. അപ്പോൾ റെഡി ആവും. ഇത് വേണ്ട, ഞാൻ പശുവിനെ വാങ്ങിത്തരാം. പശു? ഇതെങ്ങനെ ഉണ്ട് നോക്ക്. ഇത് പശു ആണോ കുഞ്ഞ? ഇത് ബുൾ. ബുൾസ്. ബുള്ളിനെയും പശുവിനെയും തിരിച്ചറിയാലോ കുഞ്ഞാൻ. പക്ഷെ എന്തായാലും പശുവിന്റെ മാതിരി ഇല്ലേ മുഖം? എന്റെ മാതിരി ഉണ്ട് മുഖം. അപ്പൊ ഗൈസ്, പട്ടി ചന്തയ്ക്ക് പോയ പോലെ ഞങ്ങളൊന്നും വാങ്ങിയില്ല ഗൈസ്. അവിടെ പോയി കുറെ തിരിഞ്ഞു കളിച്ച് ഓക്കൊന്നും ഇഷ്ടപ്പെട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെട്ട് എന്നിട്ട് പറഞ്ഞു ഇതെടുക്കാം. പക്ഷെ ഉണ്ടല്ലോ, അമ്മ രണ്ടാക്കും 2 ബെഡ്ഷീറ്റ് ഇഷ്ടമായി. അപ്പം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട എടുത്താല് അങ്ങ് പോയാല് ബേബ് പറയും എന്ത് ഇത് വിരിച്ചാലോ ഞാൻ കളിയാക്കും. അപ്പൊ ബേബുവിനെ ഇഷ്ടപ്പെട്ട് ആടെ വിരിച്ചാല് എന്താ മനസ്സിലാവും ഞാൻ പറയുന്നത്? മലയാളത്തിൽ പറഞ്ഞു, കന്നഡയൊക്കെ പറഞ്ഞവർക്ക് മനസ്സിലാവും. ബേബു പറയും. അതായത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞങ്ങൾക്ക് രണ്ടാൾക്കും 2 ബെഡ്ഷീറ്റാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഓക്ക് ഇഷ്ടപ്പെട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോയിട്ട് ബെഡ്ഷീറ്റ് വിരിക്കുന്ന സമയത്ത് ഞാനത് കളിയാക്കും.
പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തു കഴിഞ്ഞാൽ ഓളും കളിയാക്കും. അതാണ് പോള് ഇപ്പൊ കന്നഡയിൽ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ. അത് കന്നഡ അല്ലല്ലോ ഗൈസ്, ഇന്ത്യ ഭാഷ. മലയാളം അല്ലാന്ന പോലും പറയുന്നത്. ഞാൻ പറയട്ടെ, അപ്പം നമ്മൾ അതുകൊണ്ട് എന്ത് തീരുമാനിച്ച് എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. നമുക്ക് വേറെ എവിടെന്നെങ്കിലും രണ്ടാം കൂടി ഇഷ്ടപ്പെട്ട് കണ്ടാല് അങ്ങനെ എടുക്കാൻ വിചാരിച്ച് അതാണ് ഇട്ടിട്ട് പോകുന്ന ഗൈസ്. അതന്നെ, അത്ര തന്നെ. അങ്ങനെ ഉണ്ട്. അപ്പൊ വിളിച്ചില്ലേ? അപ്പൊ ഇനി നമ്മൾ അങ്ങോട്ടാ പോകുന്നത്? ഇനി നമ്മള് പോകുന്നത് ഞങ്ങള് നല്ല കാറ്റ് വരും. ഇനി നമ്മള് ഗ്രോസറി ഷോപ്പിലേക്കാ പോകുന്നത്. ഗ്രോസറി ഷോപ്പിൽ പോയിട്ട് കഴിഞ്ഞ ഗ്രോസറി ഷോപ്പില് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയും അതെന്താണ് ഗൈസ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആ ഷോപ്പിൽ പോയിട്ടോ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ റീൽസ് വീഡിയോ അങ്ങനത്തെ ഒന്നും എടുക്കാൻ വേണ്ടിട്ട് റീൽസിൽ ഇടാൻ വേണ്ടിട്ട് ഒരു വീഡിയോ എടുത്ത്, ഒരു ഷോപ്പിംഗ് വീഡിയോ എന്ന് പറയും. അപ്പൊ നമ്മളവിടുന്ന് സാധനം വാങ്ങുന്നൊക്കെ എടുത്ത്. അപ്പൊ ആടെ ഉള്ളവർ വിചാരിച്ച്, ആ ഷോപ്പിലുള്ള ഓണറും ക്യാഷറും വിചാരിച്ച് ഇവിടുത്തെ കൗൺസിലിൽ എന്തോ ചെക്കിംഗ് എന്ന് പറഞ്ഞ ഏതോ ഒരു ഓഫീസറാണ്. വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടിട്ട് ഇവര് ക്യാമറ ഒക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത് ഞാൻ നോക്കുമ്പോൾ. അപ്പൊ ഞാൻ ക്യാഷറിൽ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നു, ഇവള് വീഡിയോ ഒക്കെ എടുക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ വൈഫാണ്, ഞാൻ യൂട്യൂബിൽ അത് റീൽസിൽ ഇടാൻ വേണ്ടി വീഡിയോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കൗൺസിലിന് ഇപ്പൊ ഇങ്ങനെ ഈ ഇൻസ്പെക്ഷന് വരുന്നുണ്ട് ഓലാന്ന് വിചാരിച്ചു, ഓല് പേടിച്ച്. അതാണ് ഇപ്പൊ സംഭവം. അതുകൊണ്ട് ഇനി ഞങ്ങളിപ്പം പോകുമ്പോൾ പേടിച്ചു പോകുന്നൊരു പേടി. നമുക്ക് ഈ ഷോപ്പൊക്കെ കാണിച്ചു കൊടുത്താൽ നമ്മൾ പോയ ഷോപ്പ്. അപ്പോൾ ഇതാണ് നമ്മളെ ആ ഷോപ്പ് കേട്ടോ. നമ്മളെ ഇന്ത്യൻ ഐറ്റംസ് ഒക്കെ നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങൽ കേട്ടോ. ഇതാണ്ടില്ലേ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഇത് പൂള. നിങ്ങളെ നാട്ടിൽ എന്താ പറയുക, മരച്ചീനി കപ്പ എന്നൊക്കെ പറയൂലേ, ആ സാധനമാണ് ഇത്. പക്ഷേ ഇത് ആഫ്രിക്കൻ പിന്നെ വരുന്ന സാധനമാണ്. പിന്നെ ഇത് ഈ ഒരു ഐറ്റം ഞങ്ങൾ എപ്പോഴും വാങ്ങുന്ന ഒരു സാധനം. എൻ്റെ പേര് കാക്കി എന്നാണ്. പക്ഷെ നാട്ടിൽ കിട്ടുമെന്ന് അറിയില്ല. നാട്ടിലാരെങ്കിലും കണ്ടിക്കെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഗൈസ് ഒരാൾ ഇതിൻ്റെ ഉള്ളിൽ കയറി, ഇതിൻ്റെ ഉള്ളിൽ കാണുന്നില്ല എവിടെ പോയി. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട്. കിട്ടിയോ? പത്തിരിപ്പൊടി കിട്ടി. നാട്ടിലെ പത്തിരിപ്പൊടി കിട്ടി. ഞാൻ ഉണ്ടല്ലോ സാധാരണ വാങ്ങാത്തൊരു ബ്രാൻഡ് അത് വാങ്ങി. നമ്മൾ സാധാരണ കിട്ടുന്ന ബ്രാൻഡ് ഒന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ പുട്ടുംപൊടി പത്തിരിപ്പൊടി എടുത്തേക്ക് വാ. നമ്മൾ പച്ചക്കറീൻ്റെ സെക്ഷൻ കേട്ടോ. എന്താ മാങ്ങ എന്ത് വാങ്ങിയാലോ അതൊരു സുഖല്ല, ഞെങ്ങി പോന്നു. കിലോന് 8 കൊണ്ടാ മാങ്ങക്ക് ഏകദേശം 800 റുപ്യ അല്ലേ നാട്ടിലെ? വെണ്ട വേണോ? വെണ്ടക്ക് എത്ര അറിയോ? കിലോക്ക് 1200 റുപ്യ. പക്ഷേ ഇതെന്താ നോക്ക്, കൂണല്ലേ? മഷ്റൂം. മഷ്റൂം ഫുൾ ഇംഗ്ലീഷ് ആണ് കേട്ടോ. ഓക്കെ, ബീഫ് അങ്ങനെ പോകുന്നു. ഇതുണ്ട് ഗൈസ്, ഇത് നമ്മളെ ചിക്കൻ പാർട്സുകളും പിന്നെ ലിവർ പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളാട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി. ഇതാരോ ഞാൻ 3 പെൻഗിനുകളോ? അതോ അതെ. പിന്നെന്താ വേബിന് പറയാനല്ലേ? അതിന് നമ്മളെ വീട്ടിലേക്കാണ് പോകുന്നത്. അല്ല വേബോ, കഴിഞ്ഞില്ലേ? നമുക്ക് ഫ്രൂട്ട്സ് വാങ്ങാണ്ട്. പിന്നെന്താ വാങ്ങാനുള്ള അറിയോ? കോഴിമുട്ട. കോഴിമുട്ട തീർന്നിക്ക്. ഇനി എന്തുണ്ട് ആലോചിച്ച് നോക്ക്. ആലോചിച്ചിട്ട് അവിടെ പോയാൽ ഇനി തിരിച്ചുവരാൻ പറഞ്ഞാൽ എനിക്കാവൂല. ഞാനും വരൂലേ? എന്നെ ഞാൻ വരുത്തരി. എനിക്കാവുന്നില്ല. നമുക്ക് ഇവിടെ നിന്നൊരു ചട്ടി വാങ്ങണം. ചെടിച്ചട്ടി. ചട്ടിയോ? നമ്മളെപ്പോഴുള്ള ചെടിയില്ലേ, അതിന് ശ്വാസമല്ലേ? മീൻസ് ആ മണ്ണിനില്ലേ ഗൈസ് ഭയങ്കര ടൈറ്റ് ചെയ്ത് നിന്നിട്ട് ശ്വാസം നമ്മളെ മാതിരിയല്ലേ, ഇതിനൊക്കെ ജീവൻ ഉണ്ടാവൂലേ? മനസ്സിലാവൂല ഞാൻ പറയുന്നത്. മീൻസ് ഗൈസ് ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ഞങ്ങളിപ്പോ ചെടി വാങ്ങിക്ക് ഒരു മണി പ്ലാന്റ്. അപ്പൊ അതിപ്പം കറന്റ്ലി അതൊരു ഇതിലുള്ളത് ഒരു ചട്ടിയില്. പക്ഷെ ആ ചട്ടിയില് അതിങ്ങനെ കുടുങ്ങി. ചട്ടി ചെറുതാണ്, ചട്ടി എനിക്ക് വലുതാണോ? അതിന് അപ്പൊ കുടുങ്ങി നിൽക്കുമ്പോണ്ടല്ലോ ചില ടൈമിൽ അതിങ്ങനെ എന്താ പറയാ, വ്ളോഗിങ് നമുക്ക് പറ്റിയ പണിയല്ല കേട്ടോ. ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ, ഒരു മിനിറ്റ്. അപ്പൊ എനിക്ക് ചട്ടി മാറ്റിയിട്ട് മണി പ്ലാന്റ് ഈ വലിയ ചട്ടിയിലേക്ക് മാറ്റണം. അപ്പൊ ചെടിക്ക് ശ്വാസം കിട്ടും. അപ്പൊ അതിങ്ങനെ ഇല വാടി പോകുന്ന അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചില ടൈമിൽ ഇല ഇങ്ങനെ നമ്മളിങ്ങനെ തൊട്ടാവാടിനൊക്കെ തൊട്ടാൽ എന്താ വാടി പോയില്ല പെട്ടെന്ന്. ഈ ചട്ടി മതിയായിരിക്കും. അത് ബ്ലാക്ക്, എനിക്ക് വൈറ്റ് വേണം. അതും പറ്റിയല്ലേ? ചട്ടിന്റെ സെക്ഷനിൽ എത്തിക്കുക. ഇതെന്താ ഒരു കണ്ണടക്ക?
ഇത് നമ്മളെ ഗാന്ധിജിന്റെ ഒരു ചട്ടിയാണ്. നീ ഗാന്ധിജിന്റെ കണ്ണട കണ്ടില്ലേ? അത് വേവെടുത്ത ഈല് വെച്ചാൽ എന്റെ പിന്നെ ചെറുക്കി ശ്വാസം കിട്ടുന്ന എന്റെ അഭിപ്രായം. അത് വേറെ കളറാ കുഞ്ഞാ. അതാ ചെറിയ ഗാന്ധിജിന്റെ മോനും ഉണ്ട്. ഇതാണ് ഗൈസ് നമ്മളെ പവർലാൻഡ്. ഇതെന്തായാലും ഇങ്കി പറ്റൂലോ. ഇങ്കയോ ഇത് വേണ്ട, എനിക്ക് ഇഷ്ടയില്ല. പിന്നെ ഇത് നോക്ക്, പൂച്ചക്കുട്ടി ചെവിയൊക്കെ ഉണ്ട്. രസല്ലേ? അതെനിക്ക് ഇഷ്ടായി. ഇഷ്ടായോ? ഇതെടുക്കട്ടെ, അതെടുത്തോ. തെങ്കിട കുട്ട ഫുള്ള് മേലോട്ട് കയറും. ഹാഫ് മതി ഗൈസ്. ഇവിടെ ഈസ്റ്റർ വരുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ എല്ലായിടത്തിലും ഫുൾ കോഴിമുട്ടനെ കൊണ്ടുള്ള സാധനങ്ങളായി. നോക്ക്, എല്ലാം ചോക്ലേറ്റ്സ് ഒക്കെ മുട്ടന്റെ ഷേപ്പിലാക്കി കണ്ടോ, ഒക്കെ മുട്ടകളാ. കണ്ടോ പൊട്ടി വരുന്നേ, കണ്ടോ ചോക്ലേറ്റ്സ് ഒക്കെ മുട്ടയായിരിക്കും. ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവം. എല്ലോ ചോക്ലേറ്റ്സും എല്ലോ മുട്ടയിലാണ് വരുന്നത്. അത് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ അറിയൂല. കുഞ്ഞാ ഈ വെള്ളം ഇങ്ങി ചോപ്പാക്കുവോ? തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. എന്താണ് വെബന്നൊരു വിശ്വാസമില്ലാത്ത മാതിരി. എന്നാ എനിക്ക് വേണ്ട, അട വെച്ചോ, വേണ്ട തിരിച്ചു വെച്ചോ. നോക്കട്ടെ, വേണ്ട. നമ്മളങ്ങനെ ആടുന്നു ഇറങ്ങി ലേബോ. എല്ലായിടത്തിലും കേറുന്നു ഇറങ്ങുന്നു കേറുന്നു ഇറങ്ങുന്നു. അങ്ങനെ നടുക ഗൈസ്. ഇനിയൊന്നും വാങ്ങാല്ലോ കേട്ടോ, കവറ് ഫുള്ളായി. കവറ് ഫുള്ളായാലും നമുക്ക് വാങ്ങാമോ? ബിക്കോസ് അങ്ങനെയൊന്നുമില്ല ലേബോ. വീണ്ടും നമ്മളെ ഫ്ലാറ്റിന്റെ അടുത്തെത്തി. പക്ഷെ നമ്മളില്ലേ കഴിഞ്ഞ വീട്ടില് പറഞ്ഞില്ലേനോ മാളിന്റെ അടുത്ത് തന്നെയാണെന്ന്. പിന്നെ വേറൊരു റോഡാ ബാക്ക് സൈഡ്, അതിലൂടെ പോയാലും നമ്മളെ വീട്ടിലെത്തുട്ടോ. പറയുന്നത് സത്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടോളിട്ടോ. മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് അതിനനുസരിച്ച് മലയാളാണേ. പക്ഷെ ഉണ്ടല്ലോ, ഞാൻ എന്റെ സ്പീഡിൽ അങ്ങോട്ട് നമ്മുടെ നാട്ടിലത്തെ മാതിരി പറയുമ്പോ എന്താ പറയാ, അങ്ങോട്ട് മാറുന്നതാ. നാട്ടില് വേറെ പറയൂ, ഇവിടെ വേറെ പറയൂ. അപ്പൊ ഇവനെന്തോ വലിച്ചു പോണു. എന്താ വലിക്കുന്നത്? കഞ്ചാവ് വലിക്കുന്നുണ്ട് ഇവിടെ എല്ലാരും. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മളെ മാളിന്റെ എൻട്രൻസ്. ഇതാണ് ഗൈസ്. അപ്പൊ നമ്മള് മാളിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളോട് വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോലെ ഞാൻ നോക്കട്ടോ. ഓയോ, എന്താ വണ്ടിക്ക് ഒരു സൈഡ് വലിവ്? എന്താ ഇങ്ങോട്ട് ഇങ്ങോട്ട് നേരെ വെറുതെ നോക്കാനാ. ബാഗിന്റെ ഷോപ്പാണ് ഗൈസ്. വണ്ടിക്ക് ഒരു സൈഡ് വലിവ്, നേരെ നടക്കുന്ന വണ്ടി. നോക്കുന്നതിന് കുഴപ്പമില്ല, വേണേ ഇനി നോക്കിക്കോ. ഞാൻ വാങ്ങുകയും ചെയ്യും. കാണണോ? വേണ്ട കാണണോ? വേണ്ട. അങ്ങനെ നമ്മൾ ഇങ്ങോട്ടാണ് ഗൈസ് കയറുന്നത്, അല്ല അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഗൈസ്. ഞങ്ങളെ സ്വന്തം മാറ്റ് ലാൻഡ്. ഇവിടെ ഒക്കെ നല്ല രസമല്ല, വീട്ടിലൊക്കെ പറ്റിയ സാധനം. ഇത് ഇഷ്ടമായോ? ഇതല്ല സാധനം വിരിച്ചാല്. ഇത് നോക്കട്ടെ. എനിക്ക് ഇഷ്ടായി കേട്ടോ. അതെടുത്തോ, വേറെ നോക്കണ്ടാവും. അപ്പോ ഞമ്മക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട് അപ്പോ ഇത് ഫിക്സ്ഡേ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് വലി ഒന്നും വേണ്ട, നേരെ പോയി ബില്ലടിക്കേ. ഒന്നും നോക്കണ്ടതാ. ഇന്ന് രാവിലെ ഞാൻ പൊട്ടിച്ച ഒരു ജഗ് ഉണ്ട്. ജഗ്ഗല്ല, എന്താ പറയാ അതിന് പറയുന്ന പേരെന്തേതാ? ഇത് ഒരു മൊയ്റ്റോ. അങ്ങനത്തെ ഒരു ജ്യൂസ് ജാർ. ജാറല്ല, ഒരു കപ്പന്നാണ് ശരിക്കും. അതിന് ജാറെന്നാ പറയാ. ജാറ്. അപ്പം വേവിങ് കയറ്റാ തന്നെ വേറെ വാങ്ങി തന്നെ. അതേ കളർ തന്നെ വാങ്ങി. ഇതെങ്ങനെ പൊട്ടിച്ചതെന്നും കൂടി പറഞ്ഞു കൊടുക്കട്ടെ? വേണ്ട. നല്ല ചൂടുള്ള ചായ ഈ ഗ്ലാസ്സിൽ ആട്ട് ഒഴിച്ച് ഗ്ലാസിൻ്റെ അടിയായിട്ട് പോയി.
ഇവിടെ അല്ലാണ്ട് ഒരു ഞാൻ പൊട്ടത്തി എനിക്ക് അറിയൂലേനും അത് സംഭവം. ആ മണ്ടി പോരുത്. നമ്മളില്ല ഗൈസ് ഈ പൊടികളൊക്കെ ഇടാൻ പറ്റിയേ എന്തെടുക്കുക, എന്ത് പൊടി അറിയോ? മഞ്ഞപ്പൊടി, മുളകും പൊടി, അങ്ങനത്തെ സാധനം. അല്ല നമുക്ക് ഈലോടിയാണ് പോകുന്നത്. അള്ളാന്റെ പൊടിയൊക്കെ എന്തിനാത്? എടുക്കത്തെ കാറ്റ് നമ്മള് പോവുക. അപ്പൊ ഗൈസ് കയ്യും വീത് വന്ന ഞങ്ങൾ ഇങ്ങനെയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ഒരു കവർ കൂടിയിട്ട് ഇതും കാച്ചോട്ടെ. അതൊന്നും ഇഞ്ചി സാധനമല്ല കേട്ടോ, ഒക്കെ ആ പിന്നെ ഇതൊക്കെ ഞാൻ വാങ്ങിയതല്ലേ, എന്റെ കുറെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ അതൊക്കെ. എന്താ ബേബോ, ഞമ്മളെ വീട്ടിലേക്കല്ലേ. അപ്പൊ പിന്നെ അടുത്ത വീഡിയോയിൽ കാണല്ലേ. അപ്പൊ ഗൈസ് ഞങ്ങൾ പോവുകയാണ്. ബൈ. ബൈ.